Hello friends, I am Dr Ajina Salim. Welcome to my YouTube channel. ഇന്ന് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മൾ പ്രധാനമായും പല്ലിൽ ചെയ്യുന്ന 6 മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ്. ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ദന്തരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. മിസ്റ്റേക്ക് നമ്പർ 1, പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള പിന്ന് പോലുള്ള ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത് പല്ലിന്റെ മോണയെ വളരെ മോശമായി ബാധിക്കും. പല്ലിന്റെ ഇടയിലുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് കുത്തുമ്പോൾ പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ചും കൂടി അത് ഉള്ളിലേക്ക് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മുടെ മോണയിൽ അത് ഇഞ്ചുറി ഉണ്ടാക്കാനും മോണയ്ക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനും അത് കാരണമാകുന്നുണ്ട്. ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈ സേഫ്റ്റി പിൻ പോലുള്ള ഷാർപ്പ് ഒബ്ജക്റ്റിന് പകരം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു ഡെന്റൽ ഫ്ലോസ് ആണ്. ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത് വാക്സ് കോട്ടഡ് ആയിട്ടുള്ള ഒരു തരം നൂലുകളാണ്. ഇത് പല്ലിനിടയിലുള്ള അഴുക്കുകൾ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇന്റർ ഡെന്റൽ ബ്രഷുകൾ. അത് ചെറിയ ചെറിയ ബ്രഷുകളാണ്. പല്ലിനിടവശം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ചെറിയ ബ്രഷുകളാണ് ഈ ഇന്റർ ഡെന്റൽ ബ്രഷുകൾ. ഇന്റർ ഡെന്റൽ ബ്രഷും അതുപോലെ തന്നെ ഡെന്റൽ ഫ്ലോസും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പല്ലിനിടയിലുള്ള അഴുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് എളുപ്പമായിട്ട്. മിസ്റ്റേക്ക് നമ്പർ 2, 6 മാസത്തിലൊരിക്കൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾ ചെയ്ത രണ്ടാമത്തെ മിസ്റ്റേക്ക്. പല ദന്തരോഗങ്ങളും നമ്മൾ ആദ്യം തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ട്രീറ്റ്മെന്റിൽ നമുക്ക് അവസാനിക്കുന്നതായിരിക്കും. നമ്മൾ അത് വെച്ചുകൊണ്ടിരുന്ന പെയിൻ ആവുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റൂട്ട് കനാൽ പോലുള്ള വലിയ പ്രൊസീജിയറിലോട്ടൊക്കെ പോകേണ്ടി വരുന്നത്. നോർമലി ഫുഡ് കയറുമ്പോൾ തന്നെ നമ്മൾ പല്ല് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ഒരു പ്രൊസീജിയറിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് മോണരോഗങ്ങളുടെ കാര്യങ്ങളും. എല്ലാ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മോണരോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ മറ്റു അസുഖങ്ങളും നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 3, പല്ല് വെളുപ്പിക്കാനും പല്ല് വേദനയ്ക്കുമായിട്ട് ഹോം റെമഡീസ് ട്രൈ ചെയ്യുക. ഇതുമൂലം പല്ലിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരാനും അതുപോലെ തന്നെ പല്ല് പെർമനന്റ് ആയിട്ട് കേടാവാനുമുള്ള സാധ്യതയുണ്ട്. പല്ല് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ, വിനേഗർ അല്ലെങ്കിൽ ലൈം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ടൂത്ത് വൈറ്റനിങ് റെമഡീസ് ഒക്കെ യൂട്യൂബിൽ വരുന്നുണ്ട്. ഇതൊന്നും ട്രൈ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നിങ്ങളുടെ പല്ലിനെ കൂടുതൽ ഹാം ചെയ്യുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വെളുത്ത പല്ലുകളെല്ലാം ആരോഗ്യമുള്ള പല്ലുകളാവണമെന്നില്ല. അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പല്ലുകൾ ആരോഗ്യമില്ലാത്ത പല്ലുകളുമല്ല. അപ്പോൾ പല്ലിന്റെ നിറമല്ല ഒരിക്കലും പല്ലിന്റെ ആരോഗ്യത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് പല്ല് വെളുത്തിരിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ടീത്ത് വൈറ്റനിങ് ട്രീറ്റ്മെന്റുകളുണ്ട്. ബ്ലീച്ചിങ് പോലുള്ള ടീത്ത് വൈറ്റനിങ് ട്രീറ്റ്മെന്റുകളുണ്ട്. അല്ലെങ്കിൽ സ്മൈൽ മേക്ക് ഓവർ പോലെയുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. അങ്ങനത്തെ ട്രീറ്റ്മെന്റിലേക്ക് പോകാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഹോം റെമഡീസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന്റെ ഇനാമൽ പെർമനന്റ് ആയിട്ട് ഡാമേജ് ആവാനും അതുപോലെ തന്നെ പല്ലിന് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രവണത ഒഴിവാക്കുക. മിസ്റ്റേക്ക് നമ്പർ 4, കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യാതിരിക്കുക. എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണുക. പ്രോപ്പർ ആയിട്ട് ബ്രഷ് ചെയ്യാത്തതും അതുപോലെ തന്നെ എല്ലാ 3 മാസം കൂടുമ്പോഴും നിങ്ങൾ ബ്രഷ് റീപ്ലേസ് ചെയ്യാത്തതും ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് നമ്പർ 5, പല്ല് ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റിക് പാക്കറ്റുകളോ അല്ലെങ്കിൽ ബോട്ടിലിന്റെ അടപ്പുകളോ കടിച്ചു തുറക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്ന മൂലം പല്ല് പൊട്ടിപ്പോകാനും അതുപോലെ പല്ലിൽ ക്രാക്ക് വീഴാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. മിസ്റ്റേക്ക് നമ്പർ 6, ബ്രഷിങ്ങിന്റെ കൂടെ ഫ്ലോസിങ് ചെയ്യാതിരിക്കുക. ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യമാണ് ഇന്റർ ഡെന്റൽ ഏരിയ വൃത്തിയായിരിക്കുക എന്നുള്ളത്. പല്ല് തേക്കുമ്പോൾ നമ്മുടെ പല്ലിന്റെ കാണുന്ന സർഫസുകൾ മാത്രമേ വൃത്തിയാവുന്നുള്ളൂ. പല്ലിന്റെ ഇടവശങ്ങൾ വൃത്തിയാവണമെങ്കിൽ ഫ്ലോസിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡെന്റൽ ഫ്ലോസിങ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകൾ പോവുകയും പല്ലിന്റെ ഇടയിൽ ക്യാവിറ്റിയോ അല്ലെങ്കിൽ മോണരോഗങ്ങൾ വരുന്നത് തടയാനും സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ബ്രഷിങ്ങിന്റെ കൂടെ ഫ്ലോസ് ചെയ്യുന്നത് നിങ്ങൾ ശീലമാക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പ്രാക്ടോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡോക്ടർ അജ്ന സലീം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രാക്ടോ ആപ്പ് വഴി എന്നെ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.